ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു പുതിയ റെസിപ്പി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. പപ്പടം കറി പറയാം, പപ്പടച്ചാർ പറയാം. ഇതെൻ്റെ അമ്മമ്മ ഉണ്ടാക്കേണ്ട ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, ആപ്പം, ചപ്പാത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ആദ്യം ഞാൻ അരയ്ക്കാനുള്ളത് ഞാൻ കാണിക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 സ്പൂൺ കുരുമുളകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ എല്ലാം, പിന്നെ കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ. ആദ്യം ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. മുളകും മല്ലിയും കറിവേപ്പിനെല്ലാവും, പിന്നെ മുളകും പിന്നെ കുരുമുളകും നന്നായിട്ടത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എണ്ണൊന്നും ഇടണ്ട, ജസ്റ്റ് ഒരു ഡ്രൈ റോസ്റ്റ്. അതിനൊരു മണം വരേണ്ട വരയ്ക്ക് നന്നായിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും. ഇത് ഡ്രൈ റോസ്റ്റായി അത് മിക്സി ബൗളിലേക്ക് മാറ്റിയിട്ട് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട, വതക്കൊന്നും വേണ്ട, അതങ്ങനെ പച്ചയായിട്ട് അങ്ങനെ ഇടാം. അതിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സി ബൗളിൽ മാറ്റിയിട്ട് അതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. പിന്നെ വതക്കാനുള്ളത് ഞാൻ കാണിക്കാം. കടുക്, മുളകും കറിവേപ്പിനെല്ലാം, പിന്നെ ഓണിയൻ, എയ്തർ ബിഗ് ഓണിയൻ ഓർ സ്മോൾ ഓണിയൻ. പിന്നെ ചീൻചട്ടി എടുക്കാം, വെളിച്ചെണ്ണ ഇടുക, കടുക് ഇടുക, പിന്നെ മുളകും പിന്നെ കറിവേപ്പിനെല്ലാം ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വതക്കണം. അതിൻ്റെ ഒരു കളർ മാറേണ്ട വരയ്ക്ക് നന്നായിട്ട് അതൊന്ന് വതക്കണം. ഇതിപ്പം നന്നായിട്ട് ഉള്ളി ഫ്രൈ ആയി. പിന്നെ ഈ അരച്ചത് അതിൽ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വിടാം. നന്നായിട്ട് അതൊന്ന് തിളയ്ക്കണം. ഇത് റെഡിയായി തിളച്ചു. പിന്നെ കാച്ചിയ പപ്പടം പൊട്ടിച്ചിടാം. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ്. ഈ കറി കഴിക്കുന്ന സമയത്ത് അത് കുറച്ചങ്ങോട്ട് കുറുകും. ആ സമയത്ത് കുറച്ചങ്ങോട്ട് ചുടുവെള്ളം ഒഴിച്ചാൽ മതി, അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി. ഇത് നല്ല ടേസ്റ്റി ഉള്ള കറിയാണ്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ആപ്പം, ഇടിയപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെൻ്റെ ഫാമിലി റെസിപ്പിയാണ്, ട്രഡീഷണൽ റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെയുണ്ടെന്ന്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.